ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി പറയുന്നു, എനിക്ക് ഹദീസ് ഓതിത്തരുന്ന പേരോട് മൂപ്പർക്ക് ഹദീസ് ഓതി കൊടുക്കാൻ പറ്റൂല. മൂപ്പർ പറയാ, എനിക്ക് ഹദീസ് ഓതിത്തരുന്ന പേരോട് എന്താണ്? സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ എടുത്തുദ്ധരിച്ചു അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ്? ശരിക്കും മനസ്സിലാക്കണം. ഈമാൻ കാര്യങ്ങൾ എന്താണെന്നല്ല, അങ്ങനല്ലേ? ശരിക്കും മനസ്സിലാക്കണം. ഈമാൻ കാര്യങ്ങൾ എന്താണെന്നല്ല ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ വിശദീകരിച്ചു. പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? അത് ആകാശഭൂമി കുറച്ച് അല്ല എന്ന് പറയല, അല്ലെങ്കിൽ നിരീശ്വരവാദി ആകാതിരിക്കല, അല്ലെ പടച്ചോനുണ്ട് എന്ന് പറയല, ആകാശം അല്ലെങ്കിൽ ഭക്ഷണം തരുന്നത് അല്ല എന്ന് പറയല. അത് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ്? അത് ലോകത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അത് ബുഖാരിയിലുണ്ട് ഹദീസ്. അത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോ മൗലവിക്ക് മറുപടി ഇല്ലാതെ കുടുങ്ങി. അപ്പൊ മൗലവിക്ക് അനുയായികളെ മുമ്പിൽ രക്ഷപ്പെടണല്ലോ. അതിന് മൗലവി പറയാണ്, എനിക്ക് ഹദീസ് ഓതിത്തരുന്നു, എനിക്ക് ഹദീസ് ഓതിത്തരുന്ന പേരോട് മൂപ്പർക്ക് ഹദീസ് ഒന്നും ഓതി കൊടുക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് മൂപ്പര് പറയാ, അത് ഈമാൻ കാര്യങ്ങൾ പറയുന്നതാണ്. ഈമാൻ കാര്യങ്ങൾ പറയുന്നത് അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താ പറഞ്ഞത് ശേഷം കേൾപ്പിക്കാം. ആദ്യം മൗലവി പറഞ്ഞു ഒന്ന് കേട്ടോളി. വെച്ചുകൊടുത്താ മോനെ. ഹദീസ് ഓടിത്തരാണ്. എന്ത് മൗലവി മുഅ്മിനാകണമെങ്കിൽ എന്താ വേണ്ടത് എന്ന് നബി പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ? അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ഈമാനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഹദീസ് ഓതുക, ഈമാനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാ ഞാൻ എന്താ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടോളി. ഞാൻ അന്നേരപ്പം തന്നെ ശരിക്കും പറഞ്ഞിരുന്നു, നിരീശ്വരവാദി അല്ലാതിരുന്നാൽ അള്ളാഹുവിനുള്ള വിശ്വാസമായി എന്നാണ് ഈ മുത്തുമാണിക്കക്കല്ല് വിചാരിച്ചത് എന്നും കൂടി പറഞ്ഞിരുന്നു ഞാൻ അന്ന്. അത് അടക്കങ്ങ് കേട്ടോളി. മുത്തുമാണിക്കക്കല്ല് ഞാൻ അയാളെ മോശാക്കി പറഞ്ഞല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മുത്തുമാണിക്കക്കല്ല് എന്നാണ് പറയാറ്. അപ്പൊ അയാളെ ബഹുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് മുത്തുമാണിക്കക്കല്ല് എന്ന്. ഇനിയൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ ശേഷം ഈ പ്രസംഗത്തിൽ മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുത്തുമാണിക്കക്കല്ല് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത്ര ബഹുമാനം മൂപ്പർക്കുണ്ട്, പിന്നെ നബിക്കുണ്ടായിക്കൂടല്ലോ. ഈ പ്രാവശ്യം മൂപ്പര് വന്നപ്പോ അസ്റഫുൽ ഖൽഖ് എന്നാ പറഞ്ഞത്. അത് ഞാൻ സാധാരണ പറയുന്ന വാചകമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതെങ്കിലും ഒന്ന് പഠിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇനി ഒന്ന് കേൾപ്പിച്ചോട്ടാ മോനെ. നമ്മളെ മുത്തുമാണിക്കക്കല്ലിന് പറ്റിയെന്താണ്? നിരീശ്വരവാദി അല്ലാതിരുന്നാല് വിശ്വാസായി നാ മൂപ്പര് വിചാരിച്ചത്. ഓ മൗലവി, നിരീശ്വരവാദി മാത്രമല്ല അവിശ്വാസി. നിരീശ്വരവാദി ഒരു അവിശ്വാസിയാണ്, മുശ്രിക്കീങ്ങൾ വേറെ അവിശ്വാസികളാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പഠിക്കണം. എന്താ അബദ്ധം പറ്റിയത്? എന്തിനാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയാ? അത് പഠിച്ചില്ല. അതിന് ബുഖാരി ഓതൽ മൗലവി. ബുഖാരിയിൽ കാണാം 7266 നമ്പർ ഹദീസ്. നോട്ട് ചെയ്ത് വെച്ചോ മൗലവി. എന്റെ വേറൊരു മൗലവിനെ കൊണ്ട് അർത്ഥം വെപ്പിച്ചോ. ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, എന്താണ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? ആകാശം ഭൂമിയും പഠിച്ച് അല്ലാൻ തന്നെ അള്ളാഹുവിൽ വിശ്വാസാവോ? ഭക്ഷണം തരുന്നത് അല്ലാൻ തന്നെ അള്ളാഹുവിൽ വിശ്വാസാവോ? എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാതെ തന്നെ അള്ളാഹുവിൽ വിശ്വാസാവോ? ഔല. എന്താണ് അള്ളാഹുവിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബത്ത് പറയുന്നു അല്ലാഹു വറസൂലുഹു അലം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഖാല ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ബുഖാരിയിലെ 7266 നമ്പർ ഹദീസ് കുറിച്ച് വെച്ചോ മൗലവിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹയല്ലാതെ ഇലാഹില്ല, അല്ലാഹയല്ലാതെ ആരാധനക്ക് അർഹനില്ല. വഹ്ദഹു, അവൻ ഏത് നിലക്കും ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു കൂറുകാരനുമില്ല. വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് വിശ്വസിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം കേട്ടോ. ഇത് പഠിപ്പിക്കുന്നത് പേരോടല്ലേ മൗലവി? ആരെങ്കിലും പറഞ്ഞാൽ എടുക്കാവുന്നില്ലേ നിങ്ങൾ ചോദിച്ചത്? ഇതാരെങ്കിലുമാണോ മൗലവി? ഇത് പേരോടല്ല, ഷാഫിമാമല്ല, എല്ലാവർക്കും പഠിപ്പിച്ച ഏക നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളയാണ് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും പഠിച്ച് അള്ളയാണെന്ന് പറയലല്ല, പഠിച്ചവരുണ്ടെന്ന് പറയലല്ല, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന അള്ളയാന്ന് പറയലല്ല, മറിച്ച് കലിമത്തു തൗഹീദ് രണ്ടും അത് വിശ്വസിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. ഇനി ഇതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഇത് വിവരിക്കേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം അംഗീകരിക്കാതെ പുച്ഛമാക്കി തള്ളിയ ഓ മൗലവിമാരെ, നിങ്ങൾ ഈ സമുദായത്തെ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടു പോകുന്നുവല്ലേ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ. ഇവരെ കൂടെ പിന്തുടർന്നാൽ മുജാഹിദിന്റെ ചെറുപ്പക്കാരാ, മുജാഹിദിൽ പെട്ടുപോയ ഉമ്മമാരെ, മുജാഹിദിൽ പെട്ടുപോയ മുസ്ലിമേ, ദീനിൽ നിന്ന് തെറിച്ച് തെറിച്ച് തെറിച്ചു പോവുകയാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വിശദീകരണം മൗലവിമാര് സ്വീകരിക്കുന്നില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഓ നബിയെ, തർക്കമുള്ള വിഷയത്തിൽ തങ്ങൾ പറയുന്ന തീരുമാനം അംഗീകരിക്കാത്തവർ മുഅ്മിനീങ്ങളല്ല, വിശ്വാസികളല്ല. തങ്ങൾ തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളും. അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം ബുഖാരിയുടെ 7266 നമ്പർ ഹദീസ്. ഞാൻ പറഞ്ഞു, അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിശ്വാസമാണ്. അല്ലാഹ് ഏകനാണെന്ന് വിശ്വസിക്കണം, അല്ലാഹ്ക്ക് കൂറുകാരനില്ല എന്ന് വിശ്വസിക്കണം. ഇത് അബൂജഹൽ വിശ്വസിച്ചിരുന്നോ? അബൂജഹൽ വിശ്വസിച്ചിരുന്നോ? അല്ലാഹ് തന്നെ പറയുന്നു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവര് സ്വീകരിക്കൂല, അവര് അതാ കിബ്ർ കാണിക്കുകയാണ്. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വകയിൽ അബൂജഹൽ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നു. ഞങ്ങൾ അബൂജഹലിന്റെ വാക്ക് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട്, അള്ളാന്റെ വാക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ മൗലവിമാരി ചീത്ത പറയുന്നതിന് ഞങ്ങൾക്ക് സങ്കടമില്ല. കാരണം അള്ളാന്റെ റസൂലിനെ അബൂജഹൽ ചീത്ത പറഞ്ഞില്ലേ. എന്തേ പറയാൻ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ടല്ലേ. ആ ചീത്ത പറയുന്ന അബൂജഹൽ പറയുന്നത് എന്താണെന്നറിയോ? പറഞ്ഞില്ലേ മൗലവി, സമസ്തന്റെ ആലിമീങ്ങൾ മാനസിക രോഗികളാണെന്നല്ലേ പറഞ്ഞത്, എനിക്ക് ലൂസാണ് എന്നല്ലേ പറഞ്ഞത്. എന്നാ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ്? വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ മുഹമ്മദ് ഭ്രാന്തനാണ്, പാട്ടുകാരനാണ്. ഈ മുഹമ്മദിന് വേണ്ടി നമ്മുടെ ദൈവങ്ങളൊക്കെ നമ്മൾ കൈയൊഴിക്കാനോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനോ ഞങ്ങളെ കിട്ടൂല. ഇത് ഞങ്ങളെ നേതാവിനെ കുറിച്ച് അതാ നിങ്ങളും അത് പറയുന്ന നേതാവ് പറഞ്ഞിട്ടുണ്ടേ മൗലവി. അദ്ദേഹത്തിന് ബഹുമാനം പറയുന്ന നിങ്ങളിപ്പോ ആ റസൂലുള്ളാഹിന്റെ അനുയായികളായ ഞങ്ങളെ ലൂസാണെന്നും മാനസിക രോഗികളാണെന്നും നിങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് സന്തോഷമാണ് മൗലവി. കാരണം എന്താണ്? ഞങ്ങൾക്കും ആ നേതാവിന്റെ അനുഭവം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് അവിടുത്തെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ, അവിടുത്തെ കൂടെ ഒന്ന് ഹാജരാകാൻ കഴിഞ്ഞാൽ, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടിയാൽ, അവിടുത്തെ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിങ്ങളെ ചീത്തകൾ മുഴുവനും കേട്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ
ഞങ്ങളെ നേതാവിന്റെ മുന്നിൽ പോകുമ്പോ ഓ നബിയേ അബൂജഹലും കക്ഷികളും തങ്ങളെ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബൂജഹലിന്റെ ബഹുമാനം പറയാൻ നാദാവരത്ത് വന്ന മൗലവി ഞങ്ങളെയും അതുപോലെ പറഞ്ഞിട്ടുണ്ട് നബിയേ എന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പിൽ സങ്കടം പറയാൻ ഒരവസരം കിട്ടുമല്ലോ മൗലവി. ചോദിക്കട്ടെ, ഈ ഏടാകുടം ഇന്ന് നാദാവരത്ത് കൊണ്ടുവന്ന് എന്തിനാണ് മുജാഹിദേ നിങ്ങൾ ഇവിടെ വെറുതെ സമയം കളയുന്നത്? അബൂജഹലിന്റെ ബഹുമാനം പറയുന്ന ഒരു മൗലവി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനുള്ള വിശ്വാസമാകണമെങ്കിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യോത്തര രൂപത്തിൽ അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദാ മൽ ഈമാനു ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു റിപ്പോർട്ടിൽ വഹദഹു എന്നുമുണ്ട്. ഖാലു അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം എന്ന് പറയുമ്പോ അതെ അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു കൂറാനില്ല എന്ന് വിശ്വസിക്കലാണ്, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കലാണ്, അല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിക്കലാണ്, മുഹമ്മദ് നബി അല്ലാഹു പറഞ്ഞേറ്റ ആളാണെന്ന് വിശ്വസിക്കലാണ്, അത് പ്രഖ്യാപിക്കലുമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ഫത്വ കൊടുക്കാൻ നിങ്ങളെ മതം ഏതാണ് മൗലവി? സഹോദരന്മാരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെയുള്ള വിശ്വാസമില്ലാതെ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാതെ, അല്ലാഹുവിന് കൂറുകാരനില്ല എന്ന് വിശ്വസിക്കാതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയച്ച ആളാണ് എന്ന് വിശ്വസിക്കാതെ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് വിശ്വസിക്കാതെ അല്ലാഹുവിലുള്ള വിശ്വാസമാകുന്നില്ല എന്ന് നമ്മെ പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ബുഖാരിയുടെ ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ ഈമാൻ കാര്യം പറഞ്ഞതല്ല. എന്റെ പ്രസംഗം നിങ്ങൾ ഫുള്ളായി കേട്ടില്ലേ? ആ വിഷയം ഞാനിവിടെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം പറഞ്ഞോ, യൗമുൽ ആഖിറിനെ കുറിച്ച് പറഞ്ഞോ, അതുപോലെ തന്നെ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസത്തെ കുറിച്ച് ഞാനവിടെ വിവരിച്ചോ? ഈമാൻ കാര്യമാറും ഞാനതിൽ പറഞ്ഞോ? ഈമാൻ കാര്യങ്ങൾ എണ്ണിയതല്ലത്, അല്ലാഹുവിലുള്ള വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം തന്നെ ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, ഈമാൻ കാര്യം എന്താണെന്ന് അറിയോന്നല്ല, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. സഹാബത്തിന്റെ മറുപടി അപ്പോഴാ പറയുന്നത് അന്ത ശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല, അവനേതു നിലക്കും ഏകനാണ്, അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയച്ച ആളാണ്. ഇത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ് ഈമാൻ. ഇത് അബൂജഹൽ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഈമാൻ എന്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഏഴ് സഹോദരന്മാരെ ഇവരവിടുന്നൊക്കെ പോയിട്ടോ. ഇവരിപ്പോ എന്താ പറയുന്നത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഞാനിപ്പോ ഇടയ്ക്ക് കേൾപ്പിച്ചല്ലോ, എന്ത് ഇദാ ഖീല ലഹും ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അബൂജഹലും കക്ഷികളും അഹങ്കരിക്കാൻ സമ്മതിക്കൂല. ഇപ്പൊ മൗലവിമാര് പറയുന്നത് അബൂജഹലിനെ പുകഴ്ത്തി എവിടെ എത്തിയെന്നറിയോ? ഇപ്പൊ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിരുന്നു. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹു ഖുർആനിൽ അടിക്കടി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അബൂജഹല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചു എന്നാണ് ഇപ്പൊ മൗലവിമാര് പറയും. കേട്ടോളി, ഞാൻ എന്റെ വകയിൽ പറയല്ല. മൗലവിമാര് ഈ മൗലവിമാരെ ക്ലാസ് കേട്ടിട്ട് ഇവരെ സീഡി കേട്ടിട്ട് ഇവിടെ തന്നെ വന്നപ്പോ നമ്മളെ മൗലവി എണ്ണിപ്പറഞ്ഞ ഒരു മനുഷ്യൻ, കൊല്ലം ജില്ലക്കാരൻ. ആ കൊല്ലം ജില്ലക്കാരൻ അയാള് മൗലവിയാണ്. മൗലവി പ്രസംഗിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അബൂജഹലിന് മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ചെവിട് പൊളിച്ചതിന് ശേഷം കേട്ടിട്ടുണ്ടാവൂല, ഈ മൗലവി പറഞ്ഞല്ലാതെ. അത് കേട്ടോളി നിങ്ങൾ മൗലവിമാരെ പ്രസംഗം വെച്ചു കൊടുത്താ മോനെ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടില്ലേ? മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അല്ലാഹ് പറയുന്നതോ അജാലൽ ആലിഹത ഇലാഹം വാഹിദ. മുശ്രിക്കുകൾ ചോദിക്കാണ്, മുഹമ്മദ് ഇലാഹുകളൊക്കെ കൂടി ഒറ്റ ഇലാഹാക്കിയോ? അതേ അല്ലാഹ് പറയാണ്, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അംഗീകരിക്കൂല, അവർ അഹങ്കരിക്കുകയാണ്. മൗലവിമാര് പറയുന്നു, അബൂജഹലും കൂട്ടരും മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. ഇവർ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്, ഇവർ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞിട്ടില്ല എന്ന് ചേച്ചിയേട്ടിയിൽ വന്ന് പറഞ്ഞത്. ഇനി സഹോദരന്മാര്, അത് സുന്നികളെ പറ്റിക്കാൻ വേണ്ടി, അതുപോലെ സുന്നി പെണ്ണ് സുന്നി സ്ത്രീകളെ സീഡി കൽപ്പിച്ച് പറ്റിക്കാൻ വേണ്ടി തൊപ്പിയൂട്ടിട്ടല്ലേ മൗലവി പറയുന്നത്. കണ്ടാലൊരു സുന്നിയാണെന്ന് തോന്നാൻ എന്തെല്ലാം തട്ടിപ്പുകളാണ്, എന്തെല്ലാം വെട്ടിപ്പുകളാണ്, എന്തെല്ലാം വേഷങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അബൂജഹലിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ദുആക്ക് ഉത്തരം കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? നാ അബൂജഹലിനെ കൊണ്ടാണോ ദുആ ചെയ്യിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വേണമെങ്കിൽ അടുത്ത വരവിൽ മൗലവി വന്നിട്ട് പറയും, അന്തിർനീ. ഇബ്ലീസ് പറഞ്ഞു അല്ലാഹുവോട്, എന്നെ നീ നീട്ടിയിട്ടേർന്നേ, ഖിയാമത്ത് നാൾ വരെ നീട്ടിയിട്ടേർന്നേ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ. അതേ, എന്നെ ഞാൻ നീട്ടിയിട്ട് ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ്സുണ്ട്. ഓ മോനെ, ശരിക്കും മനസ്സിലാക്കണം, അത് ഈ ഇബ്ലീസിന്റെ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല, അത് അല്ലാഹ് നേരത്തെ തീരുമാനിച്ച കാര്യം നടപ്പാക്കുകയാണ്. ഈ ദുആ ബർക്കത്ത് കൊണ്ട് കിട്ടിയതല്ല. അതേസമയം ബാഹ്യമായി അതൊരു ഉത്തരം കിട്ടിയതുപോലെ തോന്നും. അതുകൊണ്ട് ബാഹ്യാർത്ഥത്തിൽ ഉത്തരം കിട്ടി എന്ന നിലക്ക് ചില ഉദ്ധരണികൾ എവിടെയെങ്കിലും കണ്ടേക്കാം. ഇതുപോലെ അതാ മുശ്രിക്കുകളുടെ കുഫാറുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടേക്കാം. അത് കാണുന്ന മുതഅല്ലിമീങ്ങൾ പേരോടിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലെന്ന് ധരിക്കണ്ട. അതുകൊണ്ടൊന്നുകൂടി ഞാൻ പറയുന്നു, ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് പറയുന്ന ഇക്റാമ് തക്രീം അല്ലാഹുവിൽ നിന്നുള്ള ഒരു ബഹുമാനമാണത്. ദുആക്ക് ഉത്തരം കിട്ടുക എന്ന ബഹുമാനം അത് ഇബ്ലീസിന് കിട്ടൂല, അബൂജഹലിന് കിട്ടൂല, മുശ്രിക്കിന് കിട്ടൂല, കുഫാറിന് കിട്ടൂല. അങ്ങനെ ഇക്റാമിന്റെ നിരക്ക്, ആദരവിന്റെ നിരക്കുള്ള ഉത്തരം കിട്ടൽ ആർക്കാണ്? അതാണല്ലോ പറഞ്ഞത്, വയസ്തജീബുല്ലദീന ആമനൂ വഅമിലു സാലിഹാത്ത്. അത് തന്നെ ബുഖാരിയിലെ ഹദീസിലും പറഞ്ഞത്. മഹാന്മാര് ചോദിക്കും ഉത്തരമാണ്, ചോദിച്ചാൽ അപ്പ തന്നെ ഉത്തരമാണ് മഹാന്മാർ. അത് ബഹുമാനത്തിന്റെ നിരക്കുള്ള ഉത്തരം കിട്ടലാണ്. അതേ സമയത്ത് ഇബ്ലീസിന് കിട്ടി എന്ന് പറയുന്ന ഉത്തരം മുശ്രിക്കിനും കുഫാറിനും കിട്ടി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യം അപ്പോഴങ്ങ് നടന്നു എന്നാണ്. ബാഹ്യമായി അവർക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നിപ്പിച്ചു എന്നാണ്. അല്ലാതെ അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അർഹതയുണ്ടെന്നല്ല. അതും കൂടി ഒന്ന് ചേർത്ത് മനസ്സിലാക്കണേ മുതഅല്ലിമീങ്ങളെ, വെറുതെ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്നല്ലേ ഇപ്പൊ മൗലവിമാര് പറഞ്ഞത്. എന്നാലേ ഇനി വേറൊരു രസം പറയാം. മൗലവി ഇവിടുന്ന് സൂറത്ത് യൂനുസിൽ നിന്ന് ഒരായത്തോതിയിട്ട് മുശ്രിക്കീങ്ങൾക്ക് അബൂജഹലിനും കക്ഷികൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു. ഞാനത് പിടിച്ചിട്ട് ഞാൻ അതിന്റെ ബാക്കി അടുത്ത ആയത്ത് മൗലവി കട്ടുവെച്ചതാണ്. ആ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ആദ്യത്തെ ആയത്തിൽ ഒന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ലേ അബൂജഹൽ വിശ്വസിച്ചു എന്ന്. അവിടെ ഒക്കെ അല്ലാഹ് പറഞ്ഞ എന്താ? ആകാശഭൂമികളെ പഠിച്ചവൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹ് അവർ മറുപടി പറയും. കുടിക്കാൻ പിന്നെ അല്ലാണ്ട് മറുപടി പറയാൻ കഴിയുമോ? അള്ളാഹ് മറുപടി പറയും. അതേ സമയത്ത് ലാസ്റ്റ് അവരെ പറ്റി തീരുമാനം അല്ലാഹ് എന്താ പറഞ്ഞത്? തീരുമാനം അല്ലാഹ് പറഞ്ഞത് ലാ യുമിനൂൻ, അവര് വിശ്വസിക്കുന്നില്ല. അങ്ങനെയാ ഖുർആനിൽ സൂറത്ത് യൂനുസിലുള്ളത്. ലാ യുമിനൂൻ എന്നുള്ള ആയത്ത് മൗലവി മൂടി വെച്ചിട്ട് അതിന്റെ നേരെ മേലെ ആയത്ത് വരെ ഓതിയിട്ട് അള്ളാഹ് അവർ പറയൂന്ന് പറഞ്ഞില്ലേ, അപ്പൊ വിശ്വാസം ഉണ്ട് എന്ന് മൂപ്പര് കണ്ടുപിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കും. എന്നാലേ ഞാനത് പിടിച്ച് ശരിക്ക്
നേതാക്കന്മാരെഴുതിയ ഈ ഖുർആൻ പരിഭാഷ അതും കൈ പിടിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഭാഗം നോക്കി വായിച്ച് അർത്ഥം വെച്ചു കൊടുത്തു. കദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക അലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. എന്താ മൗലവിമാരെ നേതാക്കന്മാരെ അർത്ഥം വെച്ചത്? അപ്രകാരം ആ തോന്നിയവാസം പ്രവർത്തിച്ചവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യാഥാർത്ഥ്യമായി ഇരിക്കുന്നു, അവര് വിശ്വസിക്കുന്നില്ലെന്ന്. വിശ്വസിക്കുന്നു എന്നല്ല, വിശ്വസിക്കുന്നില്ലെന്ന്. ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, മുജാഹിദിന്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ മൗലവിമാര് ആയത്ത് കട്ടിട്ട് നിങ്ങളെ വഞ്ചിച്ചതാണ്. മൗലവിക്ക് ഇതിനെന്തെങ്കിലും ഒന്ന് പറയാണ്ട് പോവാൻ പറ്റുമോ ചേറ്റിയെട്ടിന്ന്? അപ്പൊ മൗലവി എന്ത് പറഞ്ഞു? പേരോട് പറയുന്നത് ഞാൻ കട്ടു, എനിക്ക് കട്ടുവെച്ചിട്ട് എന്താ കാര്യം? എനിക്ക് കട്ടുവെച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം? അബൂജഹലിന് കളികൾ കളിച്ചിട്ട് എന്തായാലും കാര്യം? ഉത്തുബത്തിന് എന്തായാലും കാര്യം? പേച്ചു പോയർക്ക് എന്തോ കാര്യം ഉണ്ടായിട്ടാ? അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ ഞങ്ങൾ തന്നെയല്ലേ കാര്യം ഉണ്ടായിട്ടാ? എന്നിട്ട് മൂപ്പര് ചോദിക്കാണ്, എനിക്കെന്തെങ്കിലും കാര്യം? നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ടോളി. എന്നിട്ട് മൗലവി അതിന് ഞാൻ വായിച്ച വ്യാഖ്യാനം മൂപ്പര് വായിക്കുമ്പോ അത് ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിച്ചിട്ട് പറഞ്ഞുതരാം. അതിന്റെ രസമൊക്കെ ഒന്ന് ആദ്യം കേൾപ്പിച്ചു കൊടുക്കുമനെ. ഈ ആയത്ത് ഞാൻ പറഞ്ഞപ്പോ പേരോട് മുസ്ലിയാർ പറയുകയാണ്, മൗലവി ഇവിടെ വന്ന് കട്ടുവെച്ചിട്ടാണ് വായിച്ചത്, മൂടി വെച്ചിരിക്കുകയാണ് മൗലവി. എന്താണ് ഞാൻ മൂടി വെച്ച ആയത്ത് എന്ന് മൂപ്പര് പറയട്ടെ. കദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക അലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. ഇതാണത്ര ഞാൻ ഇവിടെ ഓരാതെ മൂടി വെച്ച ആയത്ത്. എന്താണ് ഇപ്പതിൽ ഞാൻ മൂടി വെച്ചിട്ട് എനിക്ക് കിട്ടാനുള്ളത്? ഞാനിവിടെ വല്ല എനിക്ക് പറ്റാത്ത വല്ല ആയത്തുമാണെന്ന് വിചാരിച്ച് മനഃപൂർവ്വം മൂടി വെച്ചുവോ? ഇല്ല, ഒരു നിലക്കും ഇവിടെ ഒന്നും മൂടി വെച്ചിട്ടില്ല. പിന്നെ ശേഷം പറയുന്ന ഈ ആയത്തിൽ നമുക്ക് വല്ല പറ്റാത്ത കാര്യമുണ്ടോ? എങ്കിലല്ലേ ഈ മൂടി വെക്കല്? എന്താ മൂപ്പര് ഓതിയ ആയത്ത്? ഞാൻ കട്ടുവെച്ചു, മൂടി വെച്ചു, മൗലവി ഇവിടെ വന്നിട്ട് പച്ച തട്ടിപ്പാണ് നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആയത്തേതാ? കദാലി. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു അന്നഹും ലാ യുഅ്മിനൂനാണ് അല്ലാഹ് പറയുന്നത്. മൗലവി അത് ഇവിടെ മൂടി വെച്ചില്ലേ? എന്താ അതിനർത്ഥം? അവര് വിശ്വസിക്കൂല, അവര് വിശ്വസിക്കുന്നില്ല, അവര് വിശ്വസിച്ചിട്ടില്ല. എന്ത്? മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല, മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു പറയുമ്പോ, അല്ലാഹു ലാ യുഅ്മിനൂന എന്ന് പറയുമ്പോ മൗലവി ഇവിടെ വന്നിട്ട് യുഅ്മിനൂനാ പറയുന്നത്. കേൾക്കുമ്പോ ആൾക്കാർ വിചാരിക്കണം, നേരായിരിക്കോ ഇത്? അല്ലാഹ് ലാ യുഅ്മിനൂന എന്ന് പറയാ, മൗലവി വന്നിട്ട് യുഅ്മിനൂന എന്ന് പറയാ. നമ്മൾ യുഅ്മിനൂനൊന്നും പറഞ്ഞില്ല കേട്ടോ, നമ്മൾ യൂമിനൂനൊന്നും പറഞ്ഞില്ല, വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്. അറബി പറഞ്ഞില്ല, ശരിയാണ്, മലയാളത്തിലാ മൂപ്പര് പറഞ്ഞത്. അവിടെ നമ്മൾ യൂമിനൂനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേം പറഞ്ഞത്? അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്. വിശ്വസിക്കുന്നു എന്നതിന്റെ അറബിയാണ് യൂമിനൂന. അതിന് മൂപ്പരെന്ത് ചെയ്തു അറിയോ? ആളുകൾ തട്ടിപ്പാക്കാൻ വേണ്ടി പറയാ യൂമിനൂനൊന്നും നമ്മൾ പറഞ്ഞില്ല. എന്തേം പറഞ്ഞത്? പറഞ്ഞോ എന്ന് പറ. വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞില്ലേ? അതിന്റെ അറബിയാണ് യൂമിനൂന. അവര് വിശ്വസിക്കുന്നു. അപ്പൊ അള്ളാഹ് പറയുന്നില്ല ആ യൂമിനൂൻ, അവര് വിശ്വസിക്കുന്നില്ല. മൗലവി പറയുന്നു അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ അന്ന് പറഞ്ഞ എന്താണെന്നൊന്ന് കേട്ടോളൂ. ഖുർആനിലുള്ള ഒരു സൃഷ്ടാവുണ്ട്, ആകാശഭൂമിയിലെ പഠിച്ചൊരു പഠിച്ചോനുണ്ട്, പക്ഷെ അവന് ഖുർആനുണ്ട്. ഇങ്ങനെയാണ് അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ഒക്കെ വിശ്വാസം. ആ വിശ്വാസത്തെ അല്ല ഗണ്ണിക്കാൻ. അല്ല എന്തുകൊണ്ട്? ഖുർആനിലുള്ള ഒരു അല്ല, അങ്ങനെ ഒന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല ഒരു സങ്കല്പാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആ സങ്കല്പ ദൈവ വാദത്തെ അല്ലാഹു ഖുർആനിൽ ഖണ്ഡിക്കുകയാണ്. അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. കേട്ടോളൂ സഹോദരന്മാരെ, അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ വായിച്ച് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുന്നു. قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله. ഈ ആയത്താണ് മൗലവിയുടെ ഓതിയത്. ആയത്തിന് അവർ എന്നോട് അർത്ഥം പറയാം. നബിയെ പറയുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? ചോദ്യമാണ് മുശ്രിക്കുകളോട്. അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനമാക്കുന്നത് ആരാണ്? നിർജീവ വസ്തുവിൽ നിന്ന് ജീവവസ്തുവിനെ പുറപ്പെടുവിക്കുകയും ജീവവസ്തുവിൽ നിന്ന് നിർജീവ വസ്തുവിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ആരാണ്? കാര്യം പരിപാടിയിട്ട് നിയന്ത്രിക്കുന്നതും ആരാണ്? എന്നാൽ അവർ മറുപടി പറയും അല്ലാഹു എന്ന് മറുപടി പറയും. അപ്പോൾ പറയുക നബിയെ,
എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അള്ളയാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് എന്തേ പിന്നെ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാതെ ആ അള്ളയാണ് റബ്ബ് എന്ന് പറയാതെ ഒരുപാട് റബ്ബുകൾ ഉണ്ടാക്കി വെച്ചത്? അള്ളാഹ് അടുത്ത ആയത്തിൽ അതാ പറയുന്നത്, ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, അതാണ് യഥാർത്ഥ റബ്ബ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഈ സത്യത്തിനപ്പുറം പിഴവല്ലയോ? ഫഅന്നാ തുസ്റഫൂൻ, നിങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യം വിട്ട് തിരിക്കപ്പെടുന്നത്? അതിന്റെ ശേഷമുള്ളത് കേട്ടോളൂ. അല്ലാഹു തആല പറയുന്നു, ആ അബൂജഹലും കക്ഷികളും ആകാശത്തിൽ നിന്ന് ഭക്ഷണം തരുന്നവൻ, ഭൂമിയിൽ നിന്ന് ഭക്ഷണം തരുന്നവൻ, കാതും കണ്ണുമൊക്കെ ഉടമസ്ഥതയാക്കുന്നവൻ, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അള്ളയാണെന്ന് അവർ പറയുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല എന്ന് ശേഷം അള്ള വ്യക്തമായി അതേ 33-ാമത്തെ ആയത്തിൽ പറയാണ്, കദാലിക ഹഖ്ഖത് കലിമത്തു റബ്ബിക അലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. ഇങ്ങനെ അല്ലാഹ് മറുപടി പറയുന്ന മുശ്രിക്കീകളെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നു, അപ്രകാരം ആ തോന്നിയവാസം പ്രവർത്തിച്ചവരുടെ മേൽ നിന്റെ റബ്ബിന്റെ വാക്യം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു, അവര് വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പൊ അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ ശേഷം അല്ലാഹ് പറയുന്നത്. ഈ ആയത്താണ് വിശ്വസിക്കുന്നു എന്നതിന് മൗലവി തെളിവ് പറയുന്നത്. അല്ലാഹ് പറയുന്നത് വിശ്വസിക്കുന്നില്ല, അത് മൂടി വെച്ചിട്ട് നാദാവർത്ത് മൗലവി പ്രസംഗിക്കുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇത് തെളിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മൗലവിന്റെ കബളിപ്പിക്കലോ സഹോദരന്മാരെ. എന്നാൽ അത് തന്നെ ഉത്തരം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണെന്നും അവർ അവിശ്വാസികൾ തന്നെയാണെന്നും നിങ്ങൾ അമാനി മൗലവിന്റെ പരിഭാഷ 1403-ാമത്തെ പേജിൽ അതാ എഴുതി വെക്കുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്: മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അല്ലാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. അവർ അവിശ്വാസികളാണ്. ഇതാണ് നിങ്ങളെ മൗലവി തന്നെ നിങ്ങളെ പരിഭാഷയിൽ എഴുതി വെച്ചത്. ഈ ആയത്ത് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് സമർത്ഥിക്കാൻ മൗലവി നടത്തിയ സമർത്ഥനം മുഴുവൻ കബളിപ്പിക്കലാണ് കേട്ടോ. ഖുർആൻ അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് മൂടി വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഇനി ഞാനൊരു രസം കാണിച്ചു തരാം. മൗലവി എന്നിട്ട് അമാനി മൗലവിന്റെ വ്യാഖ്യാനം ഞാൻ എടുത്ത് വായിച്ചിരുന്നു ഇവിടെ. ആ വ്യാഖ്യാനത്തിൽ അയാൾ ശരിക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അയാൾ ശരിക്ക് അവസാനം പറയുന്നു, അവസാനത്തെ വചനത്തിൽ, അതാണല്ലോ മൂപ്പര് കട്ടിച്ച്, അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്: മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും. എന്താ യഥാർത്ഥ സത്യം? ആകാശം പടച്ചത് അല്ലാഹ്, ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹ്, മരിച്ചോലെ ഹയാത്താക്കുന്നത് അല്ലാഹ്, കാര്യം നിയന്ത്രിക്കുന്നത് അല്ലാഹ്. ഇങ്ങനെയുള്ള സത്യമൊക്കെ അറിയാമായിരുന്നിട്ടും വിശ്വസിച്ചിട്ടില്ല. ഇതുപോലെ ഈ മൗലവിമാർക്കറിയും സുന്നത്തിയെ മാറ്റാണ് ശരി, പക്ഷേ വിശ്വസിക്കുന്നില്ല. മൗലവിമാർക്കറിയും പേരോട് പറയുന്നത് ശരി, പക്ഷേ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. യഹൂദികൾക്കറിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കൾ അറിയുമ്പോൾ അറിയും യഹൂദികൾക്ക് ഇത് മുഹമ്മദ് നബിയാണ്, പക്ഷേ വിശ്വസിക്കുന്നില്ല. ഇതുപോലെ സുന്നിയാണ് ശരി എന്ന് മൗലവിമാർക്ക് അറിയാം, വിശ്വസിക്കുന്നില്ല. ഇതുപോലെ അബൂജഹലിന് അറിയാം ആകാശം പടച്ച അള്ളയാണ്, വിശ്വസിക്കുന്നില്ല. ഇത് ഏത് പേച്ചവരുടെയും സ്വഭാവമാണ്. അറിയും, വിശ്വസിക്കൂല. ബോധ്യപ്പെടും, വിശ്വസിക്കൂല. ഇത് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത് ബഹുമാനപ്പെട്ട മർഹൂം കീഴ ഉസ്താദാണ്. അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ മഹാനവറുകൾ എടുക്കുന്നതാണ് ശരിക്കും നന്നായി മനസ്സിലാക്കി ഈ വിഷയം. സഹോദരന്മാർ ശരിക്കും മനസ്സിലാക്കും. അപ്പോ സ്വന്തം മക്കളെ അറിയും പോലെ അറിയും. ആർക്ക്? യഹൂദികൾക്ക്. ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയാണ്, പക്ഷേ വിശ്വസിക്കൂല. ഇതുപോലെ അബൂജഹലിന് അറിയും ആകാശം പടച്ച അള്ളയാണ്, വിശ്വസിക്കൂല. ഇതാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ഈ അവസാനത്തെ ആയത്തിലാണ് വിശ്വസിക്കൂല എന്നുള്ള ഈ വിഷയം ഉള്ളത്, വിശ്വസിക്കുന്നില്ല എന്നുള്ള വിഷയം ഉള്ളത്. അതാ മൗലവി മൂടിവെച്ചത്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക, ശരിക്കും കേട്ടോളി. അമാനി മൗലവിന്റെ പരിഭാഷയിൽ അയാളുടെ വ്യാഖ്യാനത്തിൽ അയാൾ പറയുന്നത് ശരിക്കും കേട്ടോളി. അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്: മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും, അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും, ശരിക്കോട്ടെ, അവർ അവിശ്വാസികളും
ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. അള്ളാന്റെ നിശ്ചയം എന്താണ്? അവിശ്വാസികളാണ്, വിശ്വാസികളല്ല. അതിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നാ അള്ളാഹ് പറയും. ഈ ആയത്താണ് മൂപ്പര് മൂടിയച്ചത്. ഇപ്പൊ മൂപ്പര് ചോദിച്ചത് ആ മൂടിയച്ച എനിക്കെന്ത് കിട്ടാനാ, എനിക്കെന്ത് കാര്യമുള്ളത്, ഞമ്മക്കെതിരായിട്ട് എന്തുകൊണ്ടോന്നു, ഇതിനെക്കാളും വലിയൊരെതിരെ എന്താ വേണ്ടത്? എന്നാൽ മൗലവിക്ക് ഇതെന്തെന്ന് പറയാൻ ഞാൻ അനുയായികൾ വിടുവോ? അപ്പൊ മൗലവി എന്ത് ചെയ്തു എന്നറിയ നിങ്ങള്? ഇതിങ്ങട്ട് വായിച്ചു. വായിക്കുന്ന രസങ്ങൾ കേട്ടോളി. മൂപ്പർ അതിന്റെ കുറെ മുമ്പേ വായിച്ചു ആദ്യം. എന്നിട്ട് ആ വായിച്ച സ്ഥലത്ത് ബോധ്യമാണ് അറിയും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മൂപ്പർ പ്രത്യേകം പറയാ, കണ്ടോ ബോധ്യപ്പെട്ടു, അറിഞ്ഞു, അംഗീകരിച്ചു എന്നല്ല അവിടെ ഇല്ലട്ടോ, വേറെ വിഷയമാണ്. എന്നിട്ട് ഇതൊക്കെ മൂപ്പര് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ പോയി അവസാനം ഇവിടെ എത്തിയിട്ട് മൂപ്പര് പറഞ്ഞു, ഇതാ അവസാനത്തെ ഭാഗത്തിന്റെ വ്യാഖ്യാനം വായിക്കാണ് എന്നിട്ട് വായിക്കാണ്. അത് സ്പീഡിൽ അങ്ങ് വായിച്ചു പോയി. ആൾക്ക് ഈ അവിശ്വാസികളും എന്ന് പറഞ്ഞത് ശ്രദ്ധയിൽ വരാത്ത കോലത്തിൽ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോയി മൂപ്പര്. ഏതുപോലെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ചകാരിക്ക് ഒരു പശുവിനെ വീണിട്ടി. ഇപ്പൊ പശുവിനെ കൊടുക്കാതിരിക്കുകയും വേണോ, ജനങ്ങളെ അറിയിച്ചു എന്ന് വരികയും വേണോ. ഇപ്പൊ മൂപ്പരെന്ത് ചെയ്തു? ഒരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്കൊരു പശുവും ഉണ്ട്. ഒരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്കൊരു പശുവും ഉണ്ട്. ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ ആൾക്കാർ കയറ് വീണ് കിട്ടിയത് നോക്കാനാ ആൾക്കാർ ഇങ്ങനെ പോയി. ഇവരെ മൂപ്പര് ശ്രദ്ധിക്കാത്ത രൂപത്തിൽ വായിച്ചിട്ട് ഈ അവിശ്വാസികളും സ്ഥലമൊക്കെ വായിച്ച് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ മൂപ്പര് പറയുന്ന കിടക്ക് ഇനി ശ്രദ്ധിച്ചോളേ, അതിന് ഇതുവരെ ശ്രദ്ധിക്കണ്ട, ഇനി ശ്രദ്ധിച്ചോളേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വായിക്കുന്നു. വായിക്കുന്ന സ്ഥലത്തോട്ട് അതില്ലാനും അതിന്റെ മുമ്പാണുള്ളത്. അതൊന്ന് ആദ്യം കേട്ടോളി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാനത് അയാളുടെ ക്ലിപ്പ് തന്നെ ആ അവിശ്വാസികൾ എന്നുള്ളത് ആവർത്തിച്ച് വെച്ചിട്ട് ശരിക്കങ്ങ് മനസ്സിലാക്കി തരാ. മൗലവി എടുത്ത തട്ടിപ്പ് വെച്ചു കൊടുത്തവനെ വായിച്ചു പോയിട്ട് അവസാനം മൗലവിന്റെ ഒരു ചോദ്യം, ഇവിടെ അമാനി മൗലവി പറഞ്ഞോ അവര് വിശ്വസിക്കുന്നില്ലെന്ന് അയാൾ അർത്ഥം വെച്ച് അതിലുണ്ട്. അവിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് മുഴുവൻ ചോദിച്ചിട്ട് മൗലവി ഈ മുജാഹിദീങ്ങളെ മുന്നിൽ എത്തിയിട്ട് മൗലവി ചോദിക്കാം, ഇപ്പൊ അമാനി മൗലവി പറഞ്ഞോ അവര് വിശ്വസിക്കുന്നില്ല, അവരവിശ്വാസികളാണ് എന്ന് ചോദിക്കുന്നു. ഒരു മടിയില്ലാതെ ചോദിക്കുന്നു. അതൊന്ന് കേട്ടോളി, നിങ്ങൾ വെച്ചു കൊടുത്താ കട്ടുവെച്ചു എന്ന് പറയുന്ന ആയത്തിന്റെ സാര കേൾപ്പിക്കുന്നു കേട്ടോ. ഞാനിവിടെ ഓതിയില്ല എന്ന് പേരോട് ആരോപണം പറഞ്ഞ ആയത്തിന്റെ വിശദീകരണ വായിക്കുന്നത്. അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്: മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും, അറിയില്ല എന്നല്ല, ആ സത്യത്തെ ഉൾക്കൊണ്ടില്ല എന്നല്ല, ആ സത്യത്തെ അവർക്ക് ബോധ്യായില്ല എന്നല്ല, അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. അഥവാ അവരുടെ മർക്കടമുഷ്ടിയാണ് അതിന് കാരണം. ഇനി ശ്രദ്ധിച്ചോ, ഈ വചനങ്ങൾ അവതരിച്ചത് മക്കാ മുശ്രിക്കുകളിലാണെന്ന് വെച്ച് അവരെ മാത്രം ബാധിക്കുന്നതാണവ എന്ന് ആരും ധരിക്കേണ്ടതില്ല. എല്ലാ കാലത്തുമുള്ള എല്ലാ തരം മുശ്രിക്കുകളെയും ബാധിക്കുന്നതാണ് ഈ വചനങ്ങൾ എന്നുള്ളതിൽ ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്തതാണ്. ഇപ്പൊ എന്തേ വായിച്ചപ്പോ മൗലവി എന്തേലും പറഞ്ഞോ? അമാനി മൗലവി പറഞ്ഞോ എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമല്ലാന്ന്? അമാനി മൗലവി പറഞ്ഞോ എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമല്ലാന്ന്? ഞാനത് അയാളുടെ ക്ലിപ്പ് തന്നെ ആ അവിശ്വാസികൾ എന്നുള്ളത് ആവർത്തിച്ച് വെച്ചിട്ട് ശരിക്കങ്ങ് മനസ്സിലാക്കി തരാ. മൗലവി എടുത്ത തട്ടിപ്പ് വെച്ചു കൊടുത്തവനെ അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. ഇനി അത് രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താവനെ. അയാൾ എന്നിട്ട് അതിന്റെ ശേഷം ചോദിക്കുന്നേ, ഇതിലിപ്പോ അമാനി മൗലവി പറഞ്ഞോ അവര് വിശ്വസിക്കുന്നില്ല എന്ന് ഒരു മടിയില്ലാതെ ചോദിക്കുന്നതും അത് രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് വെച്ചു കൊടുത്താവനെ. അമാനി മൗലവി പറഞ്ഞോ എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമല്ലാന്ന്? അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. എന്തേ വായിച്ചപ്പോ മൗലവി എന്തേലും പറഞ്ഞോ? അമാനി മൗലവി പറഞ്ഞോ എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമല്ലാന്ന്? അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. പറഞ്ഞോ? അപ്പോ അവിശ്വാസികളൊന്ന് വായിച്ചിട്ടാ ചോദിക്കുന്നത്. അമാനി മൗലവി പറഞ്ഞോ വിശ്വസിക്കുന്നില്ല?
എന്നിട്ട് അത് കേട്ടിട്ട് ചിരിച്ചു കൊടുക്കാൻ കുറച്ച് മുജാഹിദീങ്ങൾ പോയിരുന്നു. നമ്മുടെ നാട്ടിന് മാനക്കേടല്ലേ. പക്ഷെ നാട്ടുകാരും പോയിട്ടില്ല. കടവത്തൂർന്നും വാണിമേലിനും പൊളിക്കുന്നൊക്കെ വന്നതാ. കാരണം ഈ നാട്ടിൽ നാദാപുരത്തും ചുറ്റുപാടത്തുള്ള മുസ്ലിമേക്ക് മനസ്സിലായിട്ടുണ്ട് ഈ മൗലവിന്റെ മുഴുവൻ തട്ടിപ്പാണ്. അതുകൊണ്ട് നാട്ടുകാർ പോയിട്ടില്ല, വേറെ നാട്ടിൽ നിന്ന് വന്നതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇനി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. മൗലവി പറയുന്ന ഞാനിപ്പോ ആയത്ത് കുറെ പോകുന്നുണ്ടല്ലോ, മൗലവിക്ക് എന്റെ ന്യായീകരണം സ്വീകരിക്കാതിരിക്കാൻ. അതാണ് മൗലവി പറയുന്നത്. അബൂജഹലിന് വിശ്വാസമുണ്ട്. അബൂജഹല് ആകാശഭൂമിയൊക്കെ പഠിച്ച് അള്ളയാണ് എന്ന് പറഞ്ഞു എന്ന് ഞമ്മക്ക് അള്ള പറഞ്ഞു തന്നതാ. അള്ളാന്റെ സത്യമായ വാക്കാ നമ്മൾ സ്വീകരിക്കാൻ. അപ്പോ ആകാശഭൂമിയെ പഠിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അള്ളയാണ് എന്ന് അവര് പറഞ്ഞതായി അള്ള ഖുർആനിൽ പറഞ്ഞ സത്യം. അതങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് വിശ്വാസം ഇല്ല എന്ന് അള്ള പറഞ്ഞതോ അത് സത്യമല്ല. ഇതാ മൂപ്പരെ കണ്ടുപിടുത്തം. അപ്പോ മൂപ്പർക്ക് തെളിവെന്താണ്? തെളിവ് അബൂജഹലിന്റെ വാക്ക്. അതിന്റെ റിവായത്ത് സഹിയാണെന്നാ മൂപ്പര് പറഞ്ഞു, അള്ള പറഞ്ഞതാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞാല് തെളിവ്, അള്ള പറഞ്ഞാല് തെളിവാവൂല. ഇത് മൂപ്പര് പറയുന്ന വാചകം, ഞാനീ പറഞ്ഞ ആശയ വാചകം നിങ്ങളൊന്ന് കേട്ടോളി. മൗലവിന്റെ നേരെ കേട്ടോളി എന്ന് വെച്ചു കൊടുത്താമനെ. ഞങ്ങൾ അള്ളയാന്ന് പറയാറുണ്ട് എന്ന് അബൂജഹിൽ പറഞ്ഞതല്ല നമ്മുടെ തെളിവ്. ശരിക്ക് പഠിച്ചു വെച്ചോ. അബൂജഹിലിന്റെ തെളിവല്ല നമുക്ക് തെളിവ്. അള്ളാഹു പറഞ്ഞ സത്യമായ വാക്കില്ലേ, അതാണ് നമ്മുടെ തെളിവ്. ഞങ്ങൾ അള്ളയാന്ന് പറയാറുണ്ട് എന്ന് അബൂജഹിൽ പറഞ്ഞതല്ല നമ്മുടെ തെളിവ്. ശരിക്ക് പഠിച്ചു വെച്ചോ. അബൂജഹിലിന്റെ തെളിവല്ല നമുക്ക് തെളിവ്. അള്ളാഹു പറഞ്ഞ സത്യമായ വാക്കില്ലേ, അതാണ് നമ്മുടെ തെളിവ്. അള്ളാഹു പറഞ്ഞ സത്യമായ വാക്കില്ലേ, അതാണ് നമ്മുടെ തെളിവ്. അപ്പൊ അള്ള പറഞ്ഞ കളവായ വാക്ക് ഏതാണ് മൗലവി? അള്ള പറഞ്ഞ കളവായ വാക്ക് ഏതാണ്? അള്ളയല്ലേ പറഞ്ഞത് ലാ യുമിനൂൻ, അവര് വിശ്വസിക്കുന്നില്ല. അള്ളയല്ലേ അത് പറഞ്ഞത്. നമ്മളെ തർക്കം അബൂജഹല് ആകാശം മറിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അള്ളാ എന്ന് പറയാറുണ്ടോ ഇല്ലേ എന്നല്ല, പറയാറുണ്ട് എന്നല്ല പറഞ്ഞു. അത് നമ്മളും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ അള്ളാഹ്ക്കല്ലേ അവരെ മനസ്സിലെ വിശ്വാസം അറിയാ. വിശ്വാസം മനസ്സിലാണേ മൗലവി, അബൂജഹലിന്റെ നാവുമ്മലല്ല. മനസ്സിലുള്ള കാര്യമാ വിശ്വാസം. അതാ അള്ള പറഞ്ഞത് അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ അവര് വിശ്വസിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് അള്ളാഹ് പറഞ്ഞ് സത്യമായ വാക്കേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അപ്പൊ അള്ള കളവ് പറയാറുണ്ടോ മൗലവി? ഇതെവിടുന്നാണ് നിങ്ങൾ ഈ മതം പഠിച്ചത്? എവിടുന്നാ വിശ്വാസം പഠിച്ചത്? ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇയാള് പറയുന്നത് അബൂജഹൽ സമ്പൂർണ്ണ മോമിനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊന്ന് ആദ്യം കേൾപ്പിക്കാം. ഇങ്ങനെ അബൂജഹൽ സമ്പൂർണ്ണ മോമിനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മോമിനാണ് എന്നാ പറഞ്ഞത്. സമ്പൂർണ്ണ മോമിന് സാധാരണ നിനക്കാർക്കാ പറയാ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമ്പൂർണ്ണ മോമിന് എന്ന് പറയാ നല്ല തെക്കുവയോടുകൂടെ ഒക്കെ ജീവിക്കുന്ന കാമിലുൽ ഈമാനായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളതോടുകൂടെ എല്ലാ സൽക്കർമ്മവും ചെയ്യും, ദോഷമൊക്കെ ഒഴിവാക്കി നല്ല നിലക്ക് ജീവിക്കുന്നവർക്കാണ് സമ്പൂർണ്ണ മോമിന് എന്ന് പറയാം. മറ്റത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചാല് അവർക്ക് മോമിന് എന്ന് പറയും. അപ്പൊ വിശ്വസിച്ചിട്ട് കർമ്മവും കൂടി നന്നാവുമ്പോഴാണ് സമ്പൂർണ്ണ മോമിന് എന്ന് പറയാം. അബൂജഹൽ സമ്പൂർണ്ണ മോമിനാണെന്ന് സലഫി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞൊരു ക്ലിപ്പ് കേൾപ്പിച്ചിരുവോ? അതൊന്ന് ആദ്യം വെച്ചു കൊടുക്കുമോനെ. സലഫി അബൂജഹൽ സമ്പൂർണ്ണ മോമിനാന്ന് പറഞ്ഞിട്ടില്ല. സലഫി അബൂജഹൽ സമ്പൂർണ്ണ മോമിനാന്ന് പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? ഞാനും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ സമ്പൂർണ്ണ മോമിനാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും നിങ്ങൾ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവിന്റെ നാവ് കൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം, ഈ മൗലവിന്റെ നാവ് കൊണ്ട് ഞാൻ ഏത്ത ഇടിയിക്കുന്നതായി എനിക്ക് കാണാൻ പോകുന്നത്. അബൂജഹല് വിശ്വസിക്കുന്നില്ല എന്നാണല്ലോ അമാനി മൗലവി പറഞ്ഞത്. അബൂജഹൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ ഞാനും പറഞ്ഞത്. എന്നാൽ ഹുസൈൻ സലഫിനെ കൊണ്ട് ഞാൻ ഏത്തടിക്കാൻ പോവാണ്. ഇതേ മൗലവിന്റെ നാവ് കൊണ്ട് ആയത്തിന് അർത്ഥം വെക്കുമ്പോ ശരിയായ നിലക്ക് പറഞ്ഞുപോയി. അതയാൾ പറഞ്ഞ വാചകം ശരിക്കും നിങ്ങൾ കേട്ടോളി. ഞങ്ങളൊക്കെ അവര് അംഗീകരിക്കുന്നതോടൊപ്പവും നബിയെ അവരുടെ കാര്യത്തിൽ പറയട്ടെ എന്ത്? കദാലിക ഹഖ്ഖത്ത് കലിമതു റബ്ബിക അലല്ലദീന ഫസഖൂ അന്നഹും ലാ യുഅ്മിനൂൻ. അവർ ഇതൊക്കെ അറിയുന്നവരാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാകാൻ പോകുന്നില്ല. കേട്ടില്ലേ? അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാകാൻ പോകുന്നില്ല.
അപ്പൊ ഇപ്പൊ ഇല്ലാന്ന് മാത്രമല്ല ഇനി ഒരു കാലത്തും ആകുകയില്ല. അങ്ങനെ മൗലവി പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാകാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പോഴും അവരെ വിശ്വാസിയാണ്, ഇനിയും അവർ വിശ്വാസികളാവൂല എന്നാ അപ്പൊ മൗലവി സ്വന്തം നാവുകൊണ്ട് അർത്ഥം വെച്ചത്. അങ്ങനെയാ മൗലവി ഇപ്പൊ സത്യം പറഞ്ഞില്ലേ? അതാണ് ഏത്ത ഇടിക്കുന്ന അവർ തിന്നു പറഞ്ഞത് കേട്ടോ. ഏത്ത ഇടിക്കുന്നു പറഞ്ഞതാ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഉണ്ടാക്കിയ ഈ കുതന്ത്രങ്ങൾ മുഴുവനും നാദാപുരത്തെ മണ്ണിൽ പൊളിഞ്ഞു വീഴുന്നതാ കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കട്ടെ. എനിക്ക് കൽപ്പിക്കുന്നെന്തറിയോ? എന്നാൽ അവര് വിശ്വസിക്കുന്നില്ല എന്നിപ്പോ സംഭവിച്ചല്ലോ. നമ്മൾ കാഫിറാണ്, സുന്നികള് മുശ്രിക്കാണ് എന്ന് പറയേണ്ട സ്ഥലത്തെത്തുമ്പോ മൗലവി ശരിക്ക് പറയുന്നുണ്ട് എന്ത്? അബൂജഹൽ മുശ്രിക്കാണ്, അബൂജഹൽ കാഫിറാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളോട്. എങ്ങനെ? അബൂജഹല് മുശ്രിക്കാണ്, കാഫിറാണ്, നിങ്ങൾക്കുള്ള തകരാറ് അത് തന്നെയാണ്. ആർക്ക്? സുന്നി മുസ്ലിമീങ്ങൾക്ക്. അത് നാദാപുരത്തുനിന്ന് മൗലവി പറയുന്നത് അയാളെ നാവുകൊണ്ട് കേട്ടോളി. ഒന്ന് കേൾപ്പിച്ചു കൊടുത്താ മോനെ. മുഅ്മിനല്ലവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. അതന്നെ നിങ്ങളെയും തകരാറിനാ നമ്മൾ പറയുന്നത്. കേട്ടില്ലേ? മുശ്രിക്കാണ്, കാഫിറാണ്. എന്താ കാരണം? ഇബാദത്ത് അല്ലാത്തവർക്ക് കൊടുത്തു. അതിനെ നിങ്ങളെയും തകരാറെന്നാ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ മുശ്രിക്കീങ്ങള്, നമ്മളൊക്കെ കാഫിര്യങ്ങള്. അബൂജഹൽ മുശ്രിക്ക്, നമ്മളെ കാഫിർ ആക്കേണ്ട സ്ഥലത്തെത്തുമ്പോ അബൂജഹൽ കാഫിർ മുശ്രിക്ക്, അല്ലെങ്കിലോ അല്ലേ മൂമിന്. ഇങ്ങനെ അങ്ങനെയാണ്. നമ്മളെ മുശ്രിക്ക് ആക്കണമെങ്കിൽ അപ്പം അബൂജഹലും മുശ്രിക്ക് കാഫിർ. ഇനി നിങ്ങൾ കേട്ടോ സഹോദരന്മാരെ, ഇതുകൊണ്ട് തീർന്നോ? ചേറ്റിയേട്ടിന്ന് മൂപ്പര് പ്രസംഗിക്കുമ്പോ മൂപ്പര് പറഞ്ഞറിയോ? മടവൂര് ശൈഖയെ രക്ഷിക്കണേ, രോഗം സുഖപ്പെടുത്തണേ എന്നൊരാൾ പറയുമ്പോ മടവൂർ ശൈഖിന് രോഗം സുഖപ്പെടുത്താനൊന്നും കഴിയൂല, രക്ഷിക്കാനും കഴിയൂല. അള്ളഹാനോട് ദ്വേർക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അള്ളഹാനോട് ദ്വേർക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിലിരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരാൾ പോയിട്ട് മകൻ പോയിട്ട് പറഞ്ഞു, ഉപ്പ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ. മരം പിടിക്കാനും ആവൂല, പിന്നെ നമ്മളെ ഈ മെറ്റലെടുക്കാനും കഴിയൂല, കല്ല് വെക്കാനും കഴിയൂല, ഒന്നിനും കയ്യിൽ. ഉപ്പാനോട് പറയാ എനിക്ക് പുര ഉണ്ടാക്കി തരണേ. കയ്യാത്ത ആളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ കൊണ്ട് കയ്യിൽ ചെയ്യണേനാ. നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന എന്താ? പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന, പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന. ഉപ്പ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞാൽ, അല്ലാതെ അയാൾ കല്ലു എടുത്തു പോകണമെന്നല്ല. ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ, സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഖിനോട് പറഞ്ഞാല് മടവൂർ ശൈഖ് രോഗം സുഖപ്പെടുത്തോ? രോഗം സുഖപ്പെടുന്ന അല്ലല്ലേ, രക്ഷപ്പെടുന്നത് അല്ലല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രോഗം സുഖപ്പെടാൻ ആവശ്യമായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണേ. അതെന്താണ്? അള്ളഹാനോട് ദ്വാർക്കുക, അള്ളഹാനോട് ദ്വാർക്കണേ. ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരാൾ മടവൂർ ശൈഖിന് രോഗം സുഖപ്പെടുത്താനൊന്നും കഴിയൂല, പക്ഷേ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനോട് ദ്വാർക്കണേ എന്നാണ്. അങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തിൽ പറഞ്ഞാലും ശിർക്കാണ്, മുശ്രിക്കാണ്. സലഫി പറയാണ്, ശരിക്കും കേട്ടോ, മഹാന്മാരോട് ദ്വാർക്കാൻ പറഞ്ഞാലും മുശ്രിക്കാണ്, ശിർക്കാണ്. ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നോ മുശ്രിക്കാന്ന് ഇവനെ പറയേണ്ടിയില്ലല്ലോ. അവന്ന് വെച്ചു കൊടുക്കുമോനെ. എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശൈഖ് രോഗമൊന്നും സുഖപ്പെടുത്തൂല, അള്ളഹാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്കന്നെയാണ്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്കന്നെയാണ്. അതും പാടില്ല. നിങ്ങളൊന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കണേ അങ്ങനെ വിശ്വസിച്ചിട്ട് വിളിച്ചാലും ശിർക്കന്നെ, അതും പാടില്ല. വിഷയം അതാ അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കൽപ്പിക്കുമോനെ. പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ്, അതുകൊണ്ട് പൊറുക്കണം, രക്ഷിക്കണം എന്ന്. നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല, എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല. അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല, അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണം എന്നല്ല, അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇവിടെ ചേറ്റേട്ടിയിൽ വന്നിട്ട് മൗലവി പ്രസംഗിക്കാണ്. അപ്പൊ ദ്വാരക്കാൻ പറഞ്ഞാൽ ശിർക്കാവും,
പുതിയ മതം ഇങ്ങനെ ഉണ്ടാകുകയാണ്. മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാൽ ശിർക്കാവും. ഇതെവിടെയാ മൗലവി പറയുന്നതെന്നറിയോ? മൗലവി അതിനു മുമ്പ് ഒരു പാട്ട് പാടുന്നുണ്ട്, ഒരു പദ്യം ചെല്ലുന്നുണ്ട്. എന്താണ്? അന്താവാഫിറുൽ ഖാതായ അന്താവാഫിറുൽ അതായ എന്ന് പറയുന്ന ഒരു മൗലിദിന്റെ പദ്യം ചെല്ലുന്നുണ്ട്. എന്നിട്ട് മൗലവി പറയാണ്, അതാ ഒരു മഹാനോട് പറയാണ്, നിങ്ങൾ പാപം പോർക്കുന്ന ആളാണ്, നിങ്ങൾ നന്നായിട്ട് കൊടുക്കുന്ന ആളാണ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ ശിർക്കാണെന്ന് മാത്രല്ല, നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ അതും ശിർക്ക് തന്നെയാണ് എന്നാ മൗലവി പറയുന്നത്. എന്നാ മൗലവി, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ ഖുർആനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഞാൻ ശരിക്ക് ചോദിക്കട്ടെ. മഹാന്മാരോടൊരാള് അല്ലെങ്കിൽ മറ്റൊരാളോടൊരു സൃഷ്ടിയോടൊരു മോമിനായ മനുഷ്യൻ ഗഫറ എന്നോ ഗാഫിർ എന്നോ ഉള്ള പദം ഉപയോഗിച്ചാൽ അതിനർത്ഥം അള്ള പൊറുക്കും പോലെ പൊറുക്കുക എന്നാണോ? അള്ള പൊറുക്കും പോലെ പൊറുക്കുക എന്നാണോ അതിനർത്ഥം? എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അള്ളാന്റെ ഖുർആനിലൊരായത്ത് വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനും അത് നല്ല കാര്യമാണ്. ക്ഷമിക്കലും പൊറുക്കലും നല്ല കാര്യമാണ്. അത് ചെയ്യുന്നവൻ നല്ല മനക്കരുത്തുള്ള നല്ലവനാണ് എന്ന് ഖുർആനിലില്ലേ? അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാ? അതേ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവൻ, അതേ എന്നോടൊരാൾ തെറ്റ് ചെയ്തു, ഞാനവന് പുറത്തു കൊടുത്തു. അല്ലെങ്കിൽ ഞാനൊരാളോട് തെറ്റ് ചെയ്തു, അയാൾ എനിക്ക് പുറത്തു തന്നു, അയാൾ ക്ഷമിച്ചു, എന്നാൽ സൽക്കർമ്മമാണ് എന്ന് ഖുർആനിലില്ലേ? അപ്പൊ ഉസ്താദുമാരോട് ശിഷ്യന്മാര് എനിക്ക് പൊറുക്കണേ എന്ന് പറയൂലേ? ബാപ്പാനോട് പറയൂലേ? മഹാന്മാരോട് ശിഷ്യന്മാരും മുരീദന്മാരും എനിക്ക് പൊറുക്കണേ എന്ന് പറയൂലേ? അതിന്റെ അർത്ഥം അവരോട് വല്ല അതപകേടും ചെയ്തു പോയെങ്കിൽ, അവരിഷ്ടപ്പെടാത്തത് വന്നു പോയെങ്കിൽ അതൊക്കെ പൊറുക്കണേ എന്നല്ലേ? അതപകേട് പൊറുക്കണേ എന്നല്ലേ? നേരെ മറിച്ച് അള്ളാഹിനോട് ചെയ്ത ദോഷം അള്ളയാണ് പൊറുക്കുന്നതെന്ന് ആർക്കാ അറിയാത്തത്? എന്നാൽ എന്ന പാട്ട് പാടിയിട്ടല്ലേ മൗലവി നിങ്ങൾ ഈ സ്ഥലത്ത് വെച്ചിട്ട്, അഥവാ നിങ്ങൾ ഈ ചേറ്റുകെട്ടിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചത്? എന്നാ ഞാൻ നിങ്ങളോട് കുറച്ച് ആയത്ത് ഓതി കേൾപ്പിക്കുന്നു. മൗലവി ഒന്ന് മറുപടി പറയണം. കേട്ടോ, ശരിക്ക് കേട്ടോ. അള്ളാന്റെ ഖുർആൻ അള്ളാഹിനോടുള്ള ദുആ പറയുന്നു. അള്ളാഹിനോട് ചോദിക്കും പോലെ ചോദിക്കാവോ? നിങ്ങൾ ആലത്തര പോലത്തെ ചോദ്യം ചോദിക്കാറില്ലേ? ഞാനതിന് ക്ലാസ് മറുപടി മുമ്പ് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ശരിക്കൊന്ന് കേട്ടോ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹിനോട് എന്താ പറയുന്നത്? വഅഫു അന്നാ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് അള്ളാഹിനോട് നടത്തുന്ന ദുആയല്ലേ മൗലവി? എന്നാൽ അതേ ഖുർആൻ, അത് സൂറത്തുൽ ബഖറയുടെ 286 ആയത്താണെങ്കിൽ അതേ ഖുർആൻ മറിക്കൂ മൗലവി. അവിടെ നിങ്ങൾക്ക് കാണാം അല്ലാഹു തആല തന്നെ നബിയോട് ആവശ്യപ്പെടുന്നു, വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. ശരിക്ക് കേൾക്കൂ മൗലവിമാരെ, വഅഫു അൻഹും, നബിയെ തങ്ങൾ മാപ്പാക്കി കൊടുക്കണേ. അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ദുആന്റെ വാചകം എന്താണ്? വഅഫു അന്നാ, ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. എന്നാൽ അതേ അർത്ഥത്തിലുള്ള വാചകം നബിയോട് അല്ല പറയുന്നു. എന്താ പറയുന്നത്? വഅഫു അൻഹും, നബിയെ തങ്ങൾ അവർക്ക് മാപ്പാക്കി കൊടുക്കണേ. വസ്തഗ്ഫിർ ലഹും, തങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യണേ. അപ്പൊ കണ്ടോ, തങ്ങൾ മാപ്പാക്കണം എന്ന് അല്ല പറഞ്ഞാൽ അത് ശിർക്കാണോ മൗലവി? അല്ല ശിർക്ക് ചെയ്തവനാണോ മൗലവി? അള്ളാഹിനോട് മാപ്പാക്കണേ എന്ന് പറയാറുള്ളത് പോലെ, അള്ളാഹിനോട് നമ്മൾ മാപ്പാക്കണേ എന്ന് പറയാറുള്ളത് പോലെ, അതേ അപ്പുറത്തതാ ഫഅഫു അൻഹും ഫഅഫു അൻഹും എന്ന് അള്ളാഹുവിനോട് പറയുന്ന വാചകം, അള്ളാഹു തആല പറയുന്ന വാചകം ആരോട്? നബിയോട്. എന്താ പറയുന്നത്? അവരെ തൊട്ട് മാപ്പാക്കണേ നബിയേ. അപ്പൊ വാചകം ഒരുപോലെ ആയതുകൊണ്ട് അത് ശിർക്കാവുമോ മൗലവി? ആകുമെങ്കിൽ അല്ലാഹു തആല ശിർക്ക് ചെയ്തോ മൗലവി? ഇനിയും കേട്ടോ, മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നു, ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നബിയോട് മാത്രമല്ല, നിങ്ങൾ മാപ്പാക്കി കൊടുക്കണേ. വസ്ഫഹു, നിങ്ങൾ കഥാ തിരിഞ്ഞു കളയണേ. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു കാര്യം കൊണ്ടുവരുന്നത് വരെ.
ഇപ്പൊ മുഅ്മിനീങ്ങളോടും അല്ലാഹ് പറയുന്നു മാപ്പാക്കി കൊടുക്കണേ, അള്ളാഹിനോട് മാപ്പാക്കണേ എന്ന് പറയുന്ന അതേ ഭാഷ തന്നെയല്ലേ ഇപ്പുറത്തും മുഅ്മിനീങ്ങളോടും പറയുന്നത്? ശിർക്കാണോ മൗലവി? എവിടുന്നാ നിങ്ങൾ ഖുർആൻ പഠിച്ചത്? എവിടുന്നാണ് നിങ്ങൾ ദീൻ പഠിച്ചത്? ഇനി ഞാൻ ചോദിക്കട്ടെ, സുബ്ഹാനല്ലാഹ്, ഇവരെ പുതിയ വാദാണ് ദുആ ചെയ്യിപ്പിച്ചാ മുശ്രിക്കാവും. എത്രത്തോളം അറിയോ? ഒരു മൗലവി പ്രസംഗിക്കുന്ന അറഫയെന്ന് ഉസ്താദിന് എന്തെങ്കിലും ഒരു പൈസയും കൊടുത്തിട്ട്, ഉസ്താദിന് ഒരു ഹദിയ കൊടുത്ത ഒരാള് അറഫയെന്ന്, എന്നിട്ട് ദ്വാരക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞാല് ഹജ്ജ് ബാത്തിലായി പോകും പോലും. മനസ്സിലായില്ലേ? ഇങ്ങനെ അറഫ മൈതാനിന്ന് ഒരാള് ഉസ്താദിന് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്തു, എന്നിട്ട് പൈസയും കൊടുത്തിട്ട് പറഞ്ഞ് ഉസ്താദെ ദ്വാരക്കണേ, എന്നാ ഹജ്ജ് ബാത്തിലായി പോകും പോലും. സുബ്ഹാനല്ലാഹ്, ഹജ്ജ് ബാത്തിലാകുന്നൊരു പുതിയ സംഗതി. ഒന്ന് കേൾപ്പിച്ചു കൊടുത്താ മോനെ. അതിന് പൈസ കൊടുത്ത് ദ്വാരപ്പിക്കുകയാണ്. കണ്ടോ, എവിടെ വെച്ച്? അറഫായിൽ വെച്ച്. എന്തിനാണ് ഇവരൊക്കെ ഹജ്ജിന് പോകുന്നത്? ആ 1 ലക്ഷം പോയി അല്ലെങ്കിൽ 1.25 ലക്ഷം പോയി എന്നല്ലാതെ യാതൊരു കാര്യമല്ല അങ്ങനത്തെ ഹജ്ജ് കൊണ്ട്. അതിന് പൈസ കൊടുത്ത് ദ്വാരപ്പിക്കുകയാണ്. കണ്ടോ, എവിടെ വെച്ച്? അറഫായിൽ വെച്ച്. എന്തിനാണ് ഇവരൊക്കെ ഹജ്ജിന് പോകുന്നത്? ആ 1 ലക്ഷം പോയി അല്ലെങ്കിൽ 1.25 ലക്ഷം പോയി എന്നല്ലാതെ യാതൊരു കാര്യമല്ല അങ്ങനത്തെ ഹജ്ജ് കൊണ്ട്. കേട്ടില്ലേ? ഉസ്താദിന് പൈസ കൊടുത്തിട്ട് ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ദ്വാരപ്പിച്ചാല് 1.25 ലക്ഷം പോയി, ഹജ്ജ് ബാത്തിലായി പോയി. പുതിയ മതം കൊണ്ടുവരല്ലേ മൗലവിമാര്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജനങ്ങളെ, നിങ്ങളൊക്കെ ഹജ്ജിന് പോകുന്നവരോട് ദ്വാരക്കണേ എന്ന് പറയലില്ലേ? ഹജ്ജിന് പോയവർ അവിടുന്നും പറയലില്ലേ? ഹജ്ജിന് പോകുമ്പോൾ പറയലില്ലേ? ഹജ്ജ് ബാത്തിലായി പോകും കേട്ടോ, ഹജ്ജ് ബാത്തിലായി പോകും. പുതിയ മതാണേ. കാരണം മുഅ്മിനീങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞാൽ മുശ്രിക്കായി എന്നാണ് വാദം. എവിടുന്ന് പഠിച്ച മതമാണ് മൗലവിമാരെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയുന്നു ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പാക്കണേ, നിങ്ങൾ തിരിഞ്ഞാളണേ. നബിയെ അഫു അൻഹും വസ്തഗ്ഫിർ ലഹും, തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് പറയണേ, തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തണേ, അള്ളാഹിനോട് തന്നെ റെക്കമെൻഡ് നടത്തണേ. വേറൊരു ആയത്തിൽ അല്ലാഹ് പറയുന്നു എന്ത്? അലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. ഇങ്ങനെ മറ്റുള്ളവർ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് അല്ലാഹ് പറയാ. ഇവര് പറയുന്നത് അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ എന്താവും? ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഹജ്ജ് ബാത്തിലാവും. പിന്നെ ഹജ്ജ് 1.25 കാലം പോവും. ഭയങ്കര ഭീഷണിയാണ്, ഭയങ്കര ഭീഷണി. 1.25 കാലം പോയെന്നെ. ഓ മൗലവിമാരെ, മഹേശ്വറിയിൽ നിങ്ങളാണോ ഗേറ്റ് മേന്മാരായിട്ട് ഉണ്ടാകുക? അങ്ങനെയാണെങ്കിൽ സങ്കടം തന്നെയാണ് മുസ്ലിമീങ്ങളെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കുള്ള എല്ലാ മുസ്ലിമീങ്ങളെ കാര്യവും സങ്കടാണ്. ഈ മുജാഹിദിന്റെ മൗലവിമാരാണ് ഗേറ്റ്മേന്മാരായിട്ട് അവിടെ നിൽക്കുന്നെങ്കിൽ സങ്കടാണ്. പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാന്റെ ഖുർആൻ ഒന്ന് പഠിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഹജ്ജിന് പോയ ഒരാള് അറഫ മൈതാനിന്ന് ഉസ്താദിന് ഹദിയയും കൊടുത്തിട്ട് ദ്വാരപ്പിച്ചാല് ഹജ്ജ് ബാത്തിലാകുമെന്ന് നിങ്ങൾ അള്ളാന്റെ പേരിൽ, അള്ളാന്റെ ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ചോദിക്കട്ടെ, ഇനിയും ചോദിക്കട്ടെ, മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും അത് ശിർക്കാണ് എന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? മൗലവി അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഇസ്ലാം ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഒരായത്തൊന്ന് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. ഞാനൊന്ന് ചെറുങ്ങനൊന്ന് പറഞ്ഞു തരാം. ഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബി. അതേ യഹൂദി ക്രിസ്ത്യാനി, യഹൂദി നസാറാക്കളെ പോലുള്ള കക്ഷികളിൽ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെന്താ ചെയ്യാ? അവര് ഗ്രന്ഥങ്ങളിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങളിലില്ലാത്ത പലതും പടച്ചവന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറയലാണ് അവർക്ക് പതിവ്. ആ പതിവ് അതാ ഹൽവന്നൈലി ബിന്നൈലി, ചെരിപ്പിന് ചെരിപ്പ് തുണയാകുന്നത് പോലെ ഒത്തുവരും നിങ്ങൾക്ക് എന്ന് മുമ്പ് ഹദീസ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞതല്ലേ? അത് തന്നെയാ ഖുർആൻ പഠിപ്പിക്കുന്നത്. വൈന്ന മിൻഹും, അവരിൽപ്പെട്ടവരാണ്, ലഫരീഖൻ, ഒരു കൂട്ടര്, യൽവൂന അൽസിനതഹും ബിൽ കിതാബി, അവരെ നാവ് അവരെ മടക്കും, ലിതഹ്സബൂഹു മിനൽ കിതാബി, അതൊക്കെ ഉള്ളതാണ് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി, അതേ കിതാബിലുള്ളതാണ് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി അവരിങ്ങനെ പറയാണ്. അല്ലാഹ് പറയുന്നു വമാ ഹുവ മിനൽ കിതാബ്, അതൊന്നും കിതാബിലുള്ളതല്ല കേട്ടോ, തൗറാത്തിലുള്ളതല്ല കേട്ടോ, ഇൻജീലിലുള്ളതല്ല കേട്ടോ. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി, ഇതൊക്കെ അള്ളാന്റെ നിയമമാണ് എന്ന് ആ പണ്ഡിതന്മാർ പറയും. വമാ
അത് അള്ളാന്റെ അടുക്കെന്നുള്ള നിയമല്ല കേട്ടോ. അതേ അള്ളാന്റെ അടുക്കെന്നുള്ള നിയമല്ല. അള്ളാന്റെ അടുക്കെന്നുള്ള നിയമാ നീ മൗലൈമാര് ഈ പണ്ഡിതന്മാര് വെറുതെ പറയാണ്. വയഖൂലൂന അലല്ലാഹിൽ കദിബ, അവർ അള്ളാന്റെ മേൽ കള്ളം പറയുകയാണ്. വഹും യഅലമൂൻ, അവർക്ക് ബോധ്യമുണ്ടേ നബിയേ, ഞങ്ങൾ പറയുന്നത് പോലെ ഒരു നിയമമില്ല. അറഫേ ഉസ്താദിനോട് അതാ പൈസ കൊടുത്തിട്ട് ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ബാത്തിലാവൂലാന്ന് സർവ്വ മൗലവിമാർക്കും ബോധ്യമുള്ള സംഗതിയാണ്. അതുപോലെ ദ്വാരക്കണേ എന്ന് ഒരാളോട് പറഞ്ഞാൽ അത് ശിർക്കാവൂല എന്നുള്ളത് എല്ലാ മൗലവിമാർക്കും ബോധ്യമുള്ള സംഗതിയാണ്. പക്ഷെ അള്ളാന്റെ മേൽ കള്ളം പറയും അവരെന്ന് അള്ളാന്റെ ഖുർആൻ യഹൂദി നസാറാക്കളിലുള്ള അവരുടെ പുരോഹിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത് അതാ കറക്റ്റായിട്ട് ഈ മൗലവിമാർക്ക് ശരിക്കൊന്നായിട്ട് യോജിക്കുന്നത് കണ്ടോ മുസ്ലിമേ. എന്നിട്ട് സുന്നി മുസ്ലിയാമാരെ സംബന്ധിച്ച് പുരോഹിതന്മാർ എന്നല്ലേ ഇവർ പറയാറുള്ളത്. ആരാ മൗലവിമാരെ? പുരോഹിതന്മാർ. അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നവരല്ലേ പുരോഹിതന്മാർ. നെഞ്ഞത്ത് കൈവച്ചിട്ട് മുസ്ലിമീങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഏറ്റവും വലിയ അക്രമി ആരാണ്? ലോകത്ത് ഏറ്റവും വലിയ അക്രമി ആരാണ്? അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവരല്ലേ. അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? അള്ളാന്റെ ദീനിൽ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇനി ഇവരോട് തെളിവ് ചോദിച്ചൂടാ. അതിന് വല്ല തെളിവുണ്ടോ ചോദിച്ചൂടാ. എന്താ അറിയോ മൗലവിമാര് പറയുന്നത്? തെളിവൊന്നും നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾക്കൊരു ജമിയത്തുൽ ഉലമ ഉണ്ട്. അതിന്റെ പേരാ കേരള ജമിയത്തുൽ ഉലമ. ഈ കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞാല് നിങ്ങളങ്ങ് എടുത്തോളി. മഹ്ശറയിലെത്തിരി കുടുങ്ങിയാലോ? അതിന് മൗലവി പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പ്രസിഡന്റ് പറയുന്നത് മഹ്ശറെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ മതി, ഈ നേതാക്കന്മാര് പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് പറഞ്ഞാൽ മതി. ഞങ്ങള് ജമിയത്തുൽ ഉലമ ഏറ്റെടുക്കുകയാണ്. ഇത് ഞാന് ഇവിടുത്തെ ആദ്യത്തെ പ്രസംഗത്തിൽ ഈ TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ കാര്യം മറ്റേ മുജാഹിദിന്റെ ബുക്ക് നോക്കി വായിച്ചു. മൗലവി മറുപടി പറഞ്ഞില്ല. പിന്നെയും പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. പിന്നെ ഞാൻ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചു ഇവിടെ ആ മൗലവിന്റെ വാക്ക്. എന്നിട്ടും ഈ വരവ് ചേറ്റിയെട്ടിയിൽ വന്നിങ്ങ് പോവല്ലാതെ അതിനെപ്പറ്റി ഒരൊറ്റ വാക്ക് കാമ എന്ന് സലഫി പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കട്ടെ. എന്റെ മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ. മുജാഹിദിന്റെ പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനി പറയാണ്. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ശരിയും തെറ്റും നിങ്ങൾ നോക്കണ്ട, പടച്ചോന്റെ അടുത്തെത്തുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങളെ നേതാക്കന്മാര് പറഞ്ഞിട്ടാണ്, ഞങ്ങളത് ഏറ്റെടുത്തോളും. വെച്ചുകൊടുത്താ മോനെ. ബഹുമാനായ TP അബ്ദുൽ കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയാം. കേട്ടില്ലേ? നിങ്ങൾ പരലോകത്തെത്തുമ്പോ അള്ളാഹിനോട് പറയാൻ ഞങ്ങൾക്ക് വിവരമില്ലായിരുന്നു, ഈ പണ്ഡിതന്മാര് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഭയങ്കര സ്വാധീനല്ലേ ഇവർക്ക് മഹ്ശറയില്. പരലോകത്ത് മൗലവിമാർക്ക് എന്താ സ്വാധീനം എന്നറിയോ? ഭയങ്കര സ്വാധീനട്ടോ. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അതിന്റെ മറുപടി എന്റെ നാവ് കൊണ്ട് പറയുന്നില്ല, ഞാൻ സക്കരിയ സലാഹിനെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ മറുപടി മൗലവി പറയുന്നു. നല്ല ഏറ്റെടുക്കല, അവനവന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. ആരാ പറയുന്നത്? സക്കരിയ മൗലവി. ഒന്ന് വെച്ചോട്ടവനെ ഏൽക്കും, അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. ഏൽക്കും, അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. അപ്പൊ അവനവന്റെ കാര്യം തന്നെ കഷ്ടായിരിക്കും എന്നാ മറ്റേ മൗലവി പറയുന്നത്. ഇതിന്റെ ശേഷം അയാൾ പറയുന്നുണ്ട് ഇത് അബൂജഹലിന്റെ ആശയാണ്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രേ കേൾപ്പിക്കുന്നുള്ളൂ. എന്നാ സഹോദരന്മാരെ, ഹജ്ജിന് പോയിട്ട് ആ അറഫ മൈതാനിന്ന് ഒരാൾ കൊണ്ട് ദ്വാർപ്പിച്ചാൽ ശിർക്കായി മുശിരിക്കായി ഹജ്ജ് ബാത്തിൽ ഇന്നല്ലേ പറഞ്ഞത്. എന്നാ വേറൊരു മൗലവി പറയുന്നു ഹജ്ജിന് പോകുന്ന എല്ലാരും മുശിരിക്കീങ്ങളാണ്. കാരണം അല്ലല്ലാത്തവരെ വിളിച്ചിട്ട് സഹായം തേടുന്നുണ്ട്. സഹായം തേടുന്നതിന് മൗലവിമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന്. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയാ പ്രാർത്ഥിക്കാന്ന്. അപ്പൊ മൗലവിമാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റിന് പ്രാർത്ഥിച്ചു, മന്ത്രിയോട് പ്രാർത്ഥിച്ചു, ഒരു റോഡ് വേണമെന്ന് പ്രാർത്ഥിച്ചു. മൗലവിമാരെ ഭാഷയാണ്. നമ്മൾ ആ ഭാഷ സാധാരണ പറയാറില്ല.
മലയാളത്തിൽ അങ്ങനെ പറയാമോ പറഞ്ഞുകൂടെ എന്നല്ല, അത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിന് ജലദോഷം ഒന്നും പറയാറില്ല. പറയാമോ പറഞ്ഞുകൂടെ അത് വേറൊരു വിഷയമാണ്. ഒരു MBBS ഡോക്ടറെ പറ്റി വൈദ്യർ എന്ന് പറഞ്ഞൂടെ, ഞാൻ പറയാറില്ല. വൈദ്യര് എന്ന് പറയാം, വൈദ്യര് നമുക്ക് തറി മരുന്നു, ആര്യ വൈദ്യ മരുന്നൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക സാധാരണ ഒരു. പക്ഷെ മൗലവിമാർക്കാവുമ്പോൾ എല്ലാവരും എടുത്താൽ പിന്നെ ഖുറാഫിയായി പോകും. അതുകൊണ്ട് ഇവർക്ക് എല്ലാറ്റിനും ഒരു പുതിയതാണ്, എല്ലാറ്റിനും ഒരു പുതിയതായിരിക്കണം. നമ്മൾ എടുക്കുമ്പോൾ എടുത്താൽ പോരാ. നമ്മളെ പഴയ കാലത്തേയുള്ള നിക്കാഹ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹ് എല്ലാവർക്കും അറിയാം. എല്ലാവരും വന്ന് ഒരു സമ്മതമെടുത്ത് കാദിയാർ വന്ന് എൻ്റെ ഒരു കുത്തുബേലോതി, ഒരു സമ്മതമെടുത്ത് കുത്തുബേലോതി, എൻ്റെ പിന്നെ അങ്കഹത്തൊക്കെ വിധി എന്നെല്ലാം പറഞ്ഞ് അത് കേൾക്കാൻ കുറച്ച് ആളുണ്ടാവും. അപ്പോൾ ഹബിൽ തു നിക്കാഹ എന്നെല്ലാം പറഞ്ഞ് ഒരു ഫാത്തി ദ്വാരക്കൽ, അങ്ങനെ നമ്മളെ പഴയ കാലത്തുള്ള നിക്കാഹ് ഇവർക്കാൻ പറ്റൂല. ഇവർക്ക് എങ്ങനെ, ഇവർക്ക് വരനൊക്കെ ഇങ്ങോട്ട് വരാം, വരനും വധു ഒക്കെ ഇങ്ങോട്ട് വരാം. എന്നിട്ട് വന്നിട്ട് മൗലവിന്റെ പകൽ ഒരൊറ്റ പ്രസംഗം. ആ പ്രസംഗത്തിൽ സുബ്ഹാനല്ലാഹ്, ഇയാളെ പ്രസംഗം കേൾക്കാൻ ഒരു നിലക്കും ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരാണ് മുറ്റത്ത് കുത്തിരിക്കുന്നത്. എന്നാലും നമ്മളെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ വരൂലല്ലോ, നിങ്ങളെ ഇരുത്തിയാണെന്ന് പറയട്ടെ. അങ്ങനെ കാരണം ഇങ്ങോട്ട് വന്ന് കേൾക്കൂലല്ലോ. അപ്പൊ പിന്നെ കിട്ടിയ സമയത്ത് കാച്ചിക്കൊടുക്കാന്നുള്ളതാണ് മൗലവിമാരെ കാഴ്ചപ്പാട്. കാരണം അങ്ങനെയാണ് ഈ പണ്ട് ഈ എടുക്കാൻ പറ്റാത്ത സാധനമൊക്കെ അധികം അങ്ങനെ ചെലവാക്കുക. അങ്ങനെ പ്രസംഗിച്ചിട്ട് പിന്നെ എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നു, ഓക്കെ നിക്കാഹ് കഴിഞ്ഞു, ശരി, അല്ലെങ്കിൽ സ്വീകരിച്ചു, കഴിഞ്ഞു, ഹറാസ്, പിന്നെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ എന്റെ വീട്ടിലെ കല്യാണം ഇങ്ങനെയായിരിക്കണം. അപ്പൊ ഒരു വയസ്സായ ഒരാൾ പറഞ്ഞു, മോനെ ഇന്റെ നീട്ടിലെ നിക്കാഹ് എങ്ങനെയാണോ എന്ന് പറഞ്ഞാല്, എന്റെ ബാപ്പാക്ക് ഉമ്മാനെ കെട്ടിച്ചു കൊടുക്കുമ്പോ ഞാൻ ആ നിക്കാഹ് ചെയ്ത് കൊടുത്ത് അന്ന് ഇങ്ങനല്ല ചെയ്തത്. ഇപ്പൊ ചെറുപ്പക്കാരന്റെ മറുപടി, അത് ബാപ്പ ഉമ്മാനെ നിക്കാഹ് ചെയ്തൊന്നും ശരിയായിട്ടില്ല, ബാപ്പ ഉമ്മാനെ കെട്ടിയ ശരിയായിട്ടില്ല. അപ്പൊ ഈ വയസ്സായ മൊയിലാര്, മോനെ നിന്റെ ഉപ്പാപ്പാക്ക് ഉമ്മാമാനെയും കെട്ടിച്ചു കൊടുത്ത് ഞാൻ തന്നെയാണ്, ഇങ്ങനല്ല. അപ്പൊ ചെറിയ ഉപ്പാപ്പാന്റെ ശരിയായിട്ടില്ല. അപ്പൊ ഈ പഴയ മൊയിലാര്, മോനെ എന്നാ പിന്നെ ഇന്റെ ഇപ്പൊ ശരിയാവോ? കാരണം മുമ്പുള്ള നിക്കാഹൊന്നും ശരിയായിട്ടില്ലല്ലോ. ഈ വയസ്സായ മൊയിലാരുടെ ചോദ്യം ഇങ്ങനെ എല്ലാം പുതിയതാക്കണല്ലോ ഇവർക്ക്. അപ്പൊ കൂട്ടത്തില് മൗലവിമാര് മഹാന്മാരോട് വിളിച്ച് സഹായം സഹായം ചോദിക്കാന്ന് പറഞ്ഞില്ല, പ്രാർത്ഥിക്കുക, നിങ്ങൾ ഛർദ്ദിക്കാന്ന് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തിരക്കില്ല. വിഷയം എന്താന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലായവൻ എന്താ പറയുന്നറിയോ? മിനയില് ദുരന്തണ്ടായി. നമ്മളെ അമുസ്ലിം സഹോദരന്മാര്, ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാ പാർട്ടിക്കാരും മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടായി അവിടെ അല്ലേ, സങ്കടയിപ്പില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അനുശോചനം പറയാം. മുസ്ലിം ഉമ്മത്ത് മുഴുവനും കരഞ്ഞു ദ്വാരക്കുക, മറ്റു മതക്കാർ നമ്മളോട് അനുശോചനം പറയാ. അപ്പൊ മുജാഹിദിന്റെ മൗലവി എന്താ പറയുമോ? ഈ മിനെ പോയിട്ട് കുറെ ആൾ മരിക്കുന്നല്ലോ, എന്താണെന്നറിയോ? അതൊക്കെ അബൂജഹലുകളാണ്, മുശ്രിക്കുകളാണ്. ആ മിനയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യുന്നൊക്കെ മുശ്രിക്കുകളാണ്. ഒരു 5 ലക്ഷം ആളുണ്ടാവും മുശ്രിക്കല്ലാത്ത, ബാക്കി ഒക്കെ മുശ്രിക്കാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. അപ്പൊ മൊത്തത്തിൽ ഇവർ എത്ര എണ്ണ ഉണ്ട് നമുക്ക് മനസ്സിലായി. ആകെ ലോകത്തൊരു 5 ലക്ഷം, ബാക്കി ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്ക്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഞാൻ ഇവിടെ മുമ്പ് കേൾപ്പിച്ചിട്ട്
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ഷരീഫിന്റെ മേലെ, റൗദാ ഷരീഫിന്റെ ചുമരുമ്മല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം എഴുതി വെച്ചതും അത് നോക്കി ലോക മുസ്ലിമീങ്ങളൊക്കെ പാടുന്നതും നബിയോട് വിളിച്ച് തേടുന്നതും ഇമാമിങ്ങളെ കിതാബിലുള്ളതൊക്കെ പറഞ്ഞതാ. കാമ എന്ന് ഇതിനെ സംബന്ധിച്ചൊന്നും മൗലവി ചേറ്റിയെട്ടിയിൽ വന്നിട്ടും പറഞ്ഞില്ല, നാദാപുരത്ത് വന്ന സമയത്തും പറഞ്ഞിട്ടില്ല, ഒറ്റക്ഷരം ഇതുവരെ പറഞ്ഞില്ല. മറുപടി പറയാത്ത സംഗതികളാണ് പറയുന്നൊക്കെ. എന്നാൽ സഹോദരന്മാരെ, ഈ മൗലവി ഒന്നും കൂടി പറഞ്ഞ് എന്താ അറിയോ, മുജാഹിദീങ്ങൾ സ്ഥാപനം തുടങ്ങും ചില സ്ഥലത്ത്. ആ സ്ഥാപനം തുടങ്ങും പിരിവിന് സുന്നികളെത്തും വരൂ മുജാഹിദീങ്ങൾ. എന്തിനാ സ്ഥാപനം തുടങ്ങുന്നതെന്നറിയോ? അത് മൗലവിമാര് തുറന്ന് പറയും. എന്തിനാ തുടങ്ങുന്നത്? ഇവിടെ ഉള്ള ഒന്നും മുസ്ലിമീങ്ങളല്ല, അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങളല്ലാത്ത മുശ്രിക്കീങ്ങളെ മുസ്ലിമാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥാപനം തുടങ്ങുന്നത്. ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ്. അതൊന്ന് കേട്ടോളിങ്ങള്. മുസ്ലിമീങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ മുശ്രിക്കീങ്ങളാണ് അവര്. ഓലെ മുസ്ലിമാക്കാൻ ആ സ്ഥാപനം തുടങ്ങുന്നത്. അതൊന്ന് കേൾപ്പിച്ചോട്ടാ. നോക്കണങ്ങള്, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ. ആരെ മുസ്ലിമാക്കാൻ? മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന പോലെ മുസ്ലിമാക്കാൻ. സത്യം, അതൊക്കെ അങ്ങനെ തന്നെ പറയാ. അതിൽ മയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നും കേട്ടില്ലേ? അങ്ങനെ തന്നെ പറയാൻ മയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന പോലെ മുസ്ലിമാക്കാനാണ് സ്ഥാപനം ഉണ്ടാക്കുന്നത്. ഇതൊന്നും സാധാരണക്കാരറിയൂല. എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മുജാഹിദീങ്ങൾ വാങ്ങിപ്പോവും. എന്തിന്? ഇവനും മുസ്ലിക്കാന്ന് വിശ്വസിച്ചിട്ട് മുസ്ലിമാക്കാനാണ് ഇത് ഉണ്ടാക്കുന്നതേ. അത് പരസ്യമായിട്ട് പറയാണ് മൗലവിമാരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. തീർന്നില്ല എന്നാ നിങ്ങൾക്കൊരു രസം കേൾക്കണം. നമ്മളെ മൗലവി 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 ഇവിടെ വന്ന് കുടുങ്ങിയല്ലോ. ഏത് മൗലവി? നമ്മളെ ഹുസൈൻ സലഫി. ഹുസൈൻ സലഫിക്ക് ഇവിടെ ഞാൻ മറുപടി പറയുമ്പോൾ കുടുങ്ങുന്നത് ആരാന്ന് വെച്ച് കേരളത്തിലുള്ള എല്ലാ മൗലവിമാരും കുടുങ്ങുകയാണ്. കാരണം എല്ലാരെയും ഞാൻ വലയിലാക്കിയിട്ട് ഇവിടുന്ന് എന്നെ അടിക്കാൻ. ഓരോ മൗലവിമാരെയും എന്റെ വലയിലിട്ടിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ ഓരോന്നിനും അടിക്കാണ്. അപ്പൊ എല്ലാ മൗലവിമാർക്കും ഈ നാദാപുരത്തെ പരിപാടിയും കൊണ്ട് ഇനിയൊരു കുടുക്ക് കുടുങ്ങാൻ ബാക്കിയില്ല. അപ്പോ ഹുസൈൻ സലഫി പറയുന്ന കഴിഞ്ഞ പ്രസംഗത്തിന്, ഇതെന്താ എന്റെ പിന്നാലെ എന്നെ കൂടീന്? ആ ഒരു സങ്കടം അയാൾ പറയും. ആ സങ്കടം പറയുന്നതിന്റെ മുമ്പ് ഇയാള് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അതിന്റെ അനസ് മുസ്ലിയാരിനെ പറ്റി ഇയാളൊരു നേതാവില്ലേ, അയാൾക്ക് എന്താ ഇയാൾ മറുപടി പറയുമ്പോഴത്ത് അനസ് മൗലവി എന്നിട്ടൊരു ഷോട്ടാ മൗലവി ഉണ്ട്. ആ മൗലവിക്ക് ഞാനെന്താ മറുപടി പറയാൻ പോവാത്തത്? ആ മൗലവിനൊക്കെ ഇവിടുന്ന് തന്നെ ഞാൻ ശരിയാക്കുന്നില്ലേ? അതിനൊക്കെ ഉള്ള റിമോട്ടല്ലേ കയ്യിലുള്ളത്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അനസ് മൗലവിക്ക് മറുപടി പറയണോ പറയണ്ടേന്ന് നിങ്ങൾ പറയും എന്നോട്. നാട്ടുകാർ പറയട്ടെ, പറയണോ പറയണ്ടേന്ന്. കാരണം ഈ അനസ് മൗലവി വേറൊരു സ്ഥലത്തുനിന്ന് പറയുന്നത്, ഈ നമ്മള് മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവിയാണ് ഹജ്ജിന് പോകുന്നവര് മുശ്രിക്കാന്ന് പറഞ്ഞു. അനസ് മൗലവി പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി ഹജ്ജിന് പോകുന്ന 5 ലക്ഷം വെച്ച് ബാക്കിയൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്നാണ് പേരോടും മറ്റൊക്കെ പറയുന്നത്. എന്നാ അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് അയാൾ പറയാണ് എന്റെ അടുത്തുണ്ട് ക്ലിപ്പ്, പക്ഷെ ഇപ്പൊ എനിക്ക് കേൾപ്പിക്കാൻ നേരെയില്ല. ആര്? ഇയാള്. എന്നാല് അതയാള് പറയുന്നതും ഈ അനസിൽ തന്നെ ചങ്ങാതി പറയുന്നതും, എന്നിട്ടോ ഞമ്മളെ ബാലുശ്ശേരി നേരത്തെ പറഞ്ഞ കേട്ടാണ്, അതും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് കേട്ടോളൂ നിങ്ങള്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോണോ പോണ്ടേ? നിങ്ങൾ പറയും. ഇനി സഹോദരന്മാരെ, മൗലവി പറയുന്നു അയാൾക്ക് ആ ക്ലിപ്പ് ഇടുവാൻ സമയമില്ല. ഇയാൾക്ക് മറുപടി പറയാൻ എനിക്കാ സമയം? തരക്കേടില്ല ഒരു മൂത്രപ്പറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ പോലത്തെ മുഅ്മിനീങ്ങളെ ദുആ കൊണ്ടും സഹായം കൊണ്ടും 50ഓളം പള്ളി ഉണ്ടാക്കി, 25ഓളം മദ്രസ ഉണ്ടാക്കി, 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി. ഈ മൗലവി ക്ലിപ്പിടാൻ സമയമില്ല. അയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോകണോ അല്ലേ?